ഹലോ പ്രിയപ്പെട്ടവരെ, ടോവിനോ തോമസിൻ്റെ പ്രൊഡക്ഷനിൽ മലയാളത്തിൽ റിലീസാവാൻ പോകുന്ന കോമഡി എൻ്റർടൈനിങ് ചിത്രമാണ് മരണമാസ്. ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ബേസിൽ ജോസഫാണ്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നവാഗതനായ ശിവപ്രസാദാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ബേസിൽ ജോസഫിനെ കൂടാതെ സുരേഷ് കൃഷ്ണ, ബാബു ആൻ്റണി, രാജേഷ് മാധവൻ, പൂജ മോഹൻരാജ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഏപ്രിൽ 10-നാണ് സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ടോവിനോ തോമസിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആദ്യ ചിത്രമാണ് മരണമാസ്. കൂടാതെ ചിത്രത്തിൽ കാമിയോ റോളിൽ ടോവിനോ തോമസ് എത്തുമോ എന്നും കണ്ടു തന്നെ അറിയണം. അടുത്ത ചിത്രം നോക്കിയാൽ രജപുത്രയുടെ ബാനറിൽ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി എത്തുന്ന ചിത്രമാണ് തുടരും. ചിത്രത്തിൽ മോഹൻലാലിനെ കൂടാതെ ശോഭനയും നായികയായി എത്തുന്നു. മലയാളത്തിൻ്റെ എവർഗ്രീൻ താരജോഡികളെ വീണ്ടും ഒന്നിച്ചു കാണാൻ സാധിക്കുന്ന സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ. ചിത്രത്തിൻ്റെ റിലീസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുമില്ല. എങ്കിലും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മെയ് 15 ചിത്രം ആരാധകരിലേക്ക് എത്തുമെന്നതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടരും എന്ന ഈ ചിത്രത്തിൽ മോഹൻലാലിനെയും ശോഭനയും കൂടാതെ അർജുൻ അശോകൻ, മണിയൻ പിള്ള രാജു, ഭാരതി രാജ, കൃഷ്ണപ്രഭ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ചിത്രം ഒരു ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ചിത്രമാണ്. സിനിമയുടേതായി പുതിയതായി എത്തിയ ട്രെയിലർ ആരാധകർ വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. വലിയ ഹൈപ്പില്ലാതെ സാധാരണ സ്കെയിലിലെത്തുന്ന ചിത്രമാണ് തുടരും. ട്രെയിലറിൻ്റെ അവസാന ഭാഗങ്ങളിലെ മോഹൻലാലിൻ്റെ ഭാവമാറ്റങ്ങളുമൊക്കെ പഴയ മോഹൻലാൽ ചിത്രമായ വാനപ്രസ്ഥം ആരാധകരിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റിനായും ആരാധകർ ഇപ്പോൾ വലിയ വെയിറ്റിംഗിലാണ്. ഈ 2 ചിത്രങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്